അനുമോൾ നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ വ്യക്തി അക്ബറാണ്. അക്ബർ ബിഗ് ബോസ് വീട്ടിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വായിൽ തോന്നിയതൊക്കെ തന്നെ വിളിച്ചു പറയും. പലപ്പോഴായിട്ടും തെറി വാക്കുകളും ഉന്നയിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ജിസയിലും ആരും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിൽ തന്നെ എന്താണ് നടന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം പറഞ്ഞത് അക്ബറും ആദിലയുമായിരുന്നു. പക്ഷേ ലാലട്ടൻ വന്ന് കഴിഞ്ഞപ്പോൾ ഇരുവരുടെയും സ്വഭാവം മാറി. ആദ്യം മാറിയത് അക്ബറിന്റേതാണ്. അക്ബർ ഈ കാര്യം ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്ന മനോഭാവത്തോടെയാണ് ലാലട്ടന്റെ മുൻപിൽ സംസാരിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡാണ് കളിച്ചിട്ടുള്ളത്. ആ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. അക്ബർ ഈ വീട്ടിൽ നിൽക്കാൻ ഒട്ടും യോഗ്യനല്ല എന്ന് ഞാൻ എത്ര വട്ടം വേണമെങ്കിലും പറയാം. രണ്ടാമതായി ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആദിലേനെയാണ്. ആദില ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത്, അതായത് ഞങ്ങൾ എല്ലാവരും വന്ന സമയത്ത് അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് എന്നോട് ഒരുപാട് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്താണ് അഭിപ്രായം എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്നും പലപ്പോഴായിട്ടും ഒഴിഞ്ഞു മാറാറാണ് പതിവ്. പക്ഷേ എന്നാലും എന്നോട് വീണ്ടും വീണ്ടും അവൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കിതിനകത്ത് വെച്ച് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. പുറത്തിറങ്ങിയതിനു ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കാം. എന്നാൽ അതിനുശേഷവും എന്നോട് ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും അവൾ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കിതിനെക്കുറിച്ച് പറയാൻ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ എന്നോട് ഇത് ചോദിക്കരുത് എന്ന്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ അവൾക്ക് എന്നോട് വലിയ ദേഷ്യമായി. അതിനുശേഷം അവരുടെയൊക്കെ തന്നെ എന്നോടുള്ള മനോഭാവം മാറുകയും ചെയ്തു. എന്തായാലും ഈ കാര്യം കൊണ്ട് അവൾക്ക് എന്നെ വെറുത്തു. ആര്യനും ജിസയിലും ഞാനും തമ്മിലുണ്ടായ ആ പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നത്തിൽ അക്ബറിനെ പോലെ തന്നെ ആദിലയും ഒരുപാട് താല്പര്യം കാണിച്ചിരുന്നു അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നീട് ലാലട്ടൻ വന്ന സമയത്ത് അവളൊക്കെ തന്നെ എന്നെ ഒരു കള്ളിയാക്കി മാറ്റി. അവളുടെ സംസാരത്തിൽ നിന്നും അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമതായി നോമിനേറ്റ് ചെയ്യുന്നത് ആദിലയാണ് എന്നായിരുന്നു നമ്മുടെ അനു പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് നോമിനേഷൻ പ്രക്രിയ ഏതാണ്ട് പൂർത്തിയാകുന്ന സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ് നോമിനേറ്റ് ചെയ്ത് ആദിലനെയും ബിന്നിയെയുമാണ്. ജിസയിലാകട്ടെ നോമിനേറ്റ് ചെയ്ത അഭിലാഷിനെയും ആദിലയുമാണ്. നോമിനേഷൻ പ്രക്രിയ ഏതാണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ മസ്താനി, ലക്ഷ്മി, പ്രവീണ്, ആര്യൻ, ആദില, അക്ബർ, നവീന്, അനീഷ്, അനുമോള്, അഭിലാഷ്, ബിന്നി, ആദില എന്നിവരാണ് നോമിനേഷൻ പ്രക്രിയയിലേക്ക് എത്തിയിട്ടുള്ളത്. അതേസമയം നോമിനേഷനിൽ നിന്നും മുക്തരായിട്ടുള്ളത് നമ്മുടെ ഷാനവാസും ജിസയിലും ജിഷീനും അതുപോലെ തന്നെ ഒനിയലുമാണ്. അടുത്ത ആഴ്ച ആരാണ് പോവാൻ സാധ്യത? അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.